അടുത്ത ഇന്ത്യൻ പ്രീമിയർ ലീഗ് സീസണിൽ മലയാളികളുടെ ശ്രദ്ധ മുഴുവൻ കേന്ദ്രീകരിച്ചിരിക്കുന്ന വിഷയം സഞ്ജു സാംസൺ ഏത് ടീമിനായിരിക്കും കളിക്കുക എന്നതാണ്. രാജസ്ഥാൻ റോയൽസിന്റെ മുഖവും നേതാവുമായ സഞ്ജു കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി ടീമിൽ നിന്ന് വേർപിരിയാൻ ആഗ്രഹിക്കുന്നുവെന്ന വാർത്തകൾ ക്രിക്കറ്റ് ലോകത്തെ കുലുക്കി. ക്രിക്ക് ബസ്, ക്രിക്ക് ഇൻഫോ പോലുള്ള വിശ്വസനീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് സഞ്ജു തന്റെ ഫ്രാഞ്ചൈസിയോട് തന്നെ ടീമിൽ നിന്ന് റിലീസ് ചെയ്യണമെന്നോ പ്ലെയർ ട്രേഡിംഗ് വിൻഡോയിലൂടെയോ അല്ലെങ്കിൽ അടുത്ത ലേലത്തിലൂടെയോ മറ്റൊരു ടീമിലേക്ക് പോകാൻ അവസരം നൽകണമെന്നോ ആവശ്യപ്പെട്ടുവെന്നാണ് വിവരം. ഈ അഭ്യർത്ഥനയ്ക്ക് പിന്നിൽ ചില വ്യക്തമായ കാരണങ്ങളുണ്ട്. പ്രധാനമായും സഞ്ജുവിന് താല്പര്യമുള്ള ഓപ്പണർ സ്ഥാനത്ത് അദ്ദേഹത്തിന് സ്ഥിരമായ അവസരം ലഭിക്കാത്തത്. കഴിഞ്ഞ സീസണിൽ യുവതാരങ്ങളായ വൈഭവ് സൂര്യവംശിയും യശസ്വി ജയ്സ്വാളും രാജസ്ഥാനിന്റെ ഓപ്പണിംഗ് കൂട്ടുകെട്ടായി മികച്ച പ്രകടനം കാഴ്ചവെച്ചതോടെ മാനേജ്മെന്റും പരിശീലകനായ രാഹുൽ ദ്രാവിഡും ആ കൂട്ടുകെട്ട് മാറ്റാൻ താല്പര്യം കാണിക്കുന്നില്ല. ഇന്ത്യൻ ടീമിൽ പലപ്പോഴും ഓപ്പണറായി കളിച്ചിട്ടുള്ള സഞ്ജുവിന് തന്റെ ബാറ്റിംഗ് ശൈലിക്ക് ഏറ്റവും അനുയോജ്യം ആ സ്ഥാനമാണെന്ന് വിശ്വാസമുണ്ട്. എന്നാൽ രാജസ്ഥാനിൽ അത് ലഭ്യമാകാത്തത് അദ്ദേഹത്തിന് അസ്വസ്ഥതയാക്കി. ക്യാപ്റ്റൻ സ്ഥാനത്തും ഭീഷണിയുണ്ട്. 2022 ടീമിനെ ഫൈനലിലേക്ക് നയിച്ച് സഞ്ജു മികച്ച നേതൃഗുണം തെളിയിച്ചെങ്കിലും പുതിയ കാലത്ത് മാനേജ്മെന്റ് യുവതാരങ്ങൾക്ക് ക്യാപ്റ്റൻ സ്ഥാനത്ത് അവസരം നൽകാൻ ആഗ്രഹിക്കുന്നു. റിയാൻ പരാഗ്, യശസ്വി ജയ്സ്വാൾ തുടങ്ങിയ പേരുകൾ അതിനായി പരിഗണനയിലാണ്. രാഹുൽ ദ്രാവിഡ് പരിശീലകനായി എത്തിയതോടെ സഞ്ജുവിന്റെ ക്യാപ്റ്റൻസിയിലെ സ്വാതന്ത്ര്യം കുറയുന്നതും അദ്ദേഹത്തെ തീരുമാനത്തിലേക്ക് തള്ളിയെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ഇത്തരം സാഹചര്യത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും സഞ്ജുവിനെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നുവെന്നതാണ് ക്രിക്കറ്റ് ലോകത്ത് ഏറ്റവും ചൂടേറിയ വാർത്ത. ചെന്നൈയിൽ മഹേന്ദ്ര സിംഗ് ധോണിയുടെ പിൻഗാമിയായി ആരാധകർക്കിടയിൽ വലിയ സ്വാധീനമുള്ള താരമായി സഞ്ജു എത്തുന്നത് ടീമിന് വലിയ പിന്തുണ നൽകുമെന്ന് ഫ്രാഞ്ചൈസി കരുതുന്നു. നിലവിൽ ഋതുരാജ് ഗെയ്ക്വാഡ് ക്യാപ്റ്റനായിരുന്നാലും ഭാവിയിൽ ആ സ്ഥാനത്ത് സഞ്ജുവിനെ എത്തിക്കാനുള്ള സാധ്യതയും തുറന്നുവയ്ക്കുന്നു. കൊൽക്കത്തയിൽ കഴിഞ്ഞ സീസണിൽ അജിൻക്യ രഹാനെയാണ് ക്യാപ്റ്റനായിരുന്നത്. സഞ്ജുവിനെ ലേലത്തിലൂടെ ലഭ്യമാകുകയാണെങ്കിൽ കൊൽക്കത്ത ശക്തമായി രംഗത്തുണ്ടാകുമെന്ന് ഉറപ്പാണ്. ട്രേഡിംഗ് പ്രക്രിയയിൽ രാജസ്ഥാൻ റോയൽസ് ഇപ്പോൾ 18 കോടി രൂപയാണ് സഞ്ജുവിന് നൽകുന്നത്. ട്രേഡിലൂടെ മറ്റൊരു ടീം സഞ്ജുവിനെ സ്വന്തമാക്കണമെങ്കിൽ ഇതേ തുകയോ അതിലധികമോ നൽകേണ്ടതുണ്ട്. എന്നാൽ രാജസ്ഥാനിന് പണത്തിന് പകരം ചില താരങ്ങളെയാണ് കൂടുതൽ താല്പര്യമുള്ളതെന്ന സൂചനകളും പുറത്തു വന്നിട്ടുണ്ട്. ചെന്നൈയിൽ നിന്ന് 2 താരങ്ങളെ നേടാനാണ് രാജസ്ഥാൻ ആഗ്രഹിക്കുന്നതെന്ന വാർത്തകളും ഉണ്ടായിരുന്നു. IPL നിയമപ്രകാരം പ്ലെയർ ട്രേഡിംഗ് വിൻഡോ ഡിസംബർ മുതൽ ജനുവരി വരെയാണ്. അതിനുശേഷം ജനുവരി തുടക്കത്തിൽ മിനി ലേലം നടക്കും. ടീമുകൾക്കാകെ 6 താരങ്ങളെ നിലനിർത്താം. ഇതിൽ 4 ഇന്ത്യൻ താരങ്ങളും 2 വിദേശ താരങ്ങളുമാകാം. 2026 ടീമുകളുടെ സാലറി ക്യാപ് 151 കോടിയായി വർദ്ധിപ്പിച്ചിട്ടുള്ളത് ട്രേഡിംഗിലും ലേലത്തിലും കൂടുതൽ സ്വാതന്ത്ര്യം നൽകും. എന്നിരുന്നാലും രാജസ്ഥാൻ മാനേജ്മെന്റ് ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. ഗൾഫ് ന്യൂസ്, ടൈംസ് ഓഫ് ഇന്ത്യ പോലുള്ള ചില മാധ്യമങ്ങൾ സഞ്ജു രാജസ്ഥാനിൽ തുടരുമെന്നും ക്യാപ്റ്റനായും തുടരുമെന്നും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് നിലവിലെ നിലയിൽ ട്രേഡ് നടക്കാതെ പോയാൽ സഞ്ജു 2026 രാജസ്ഥാന്റെ മുഖ്യ താരവും നേതാവുമായി മാറും. എന്നാൽ ട്രേഡിംഗിൽ ചെന്നൈ അല്ലെങ്കിൽ കൊൽക്കത്ത നൽകുന്ന ഓഫർ രാജസ്ഥാനിനെ സമ്മതിപ്പിക്കുന്നുവെങ്കിൽ അടുത്ത സീസണിൽ സഞ്ജുവിനെ മറ്റൊരു ജേഴ്സിയിൽ കാണാനുള്ള സാധ്യതയും തുറന്നു കിടക്കുന്നു. ഇപ്പോൾ ആരാധകർക്ക് മനസ്സിലാകുന്ന ഒന്നാണ്, സഞ്ജു രാജസ്ഥാനിൽ തുടരുകയോ പുതിയ ടീമിലേക്ക് മാറുകയോ ചെയ്താലും അദ്ദേഹത്തിന്റെ കരിയറിലെ അടുത്ത അധ്യായം IPL 2026 ഏറെ ശ്രദ്ധേയമായിരിക്കുമെന്ന്. അദ്ദേഹത്തിന്റെ കളിയും നേതൃത്വവും ഇന്ത്യൻ ക്രിക്കറ്റിൽ വലിയ സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുമ്പോൾ അടുത്ത മാസങ്ങളിൽ ഉണ്ടാകുന്ന തീരുമാനങ്ങൾ അദ്ദേഹത്തിന്റെ ഭാവി വഴിത്തിരിവുകൾക്ക് കാരണമാകും.